വലിയ പെരുന്നാളിന്റെ കൂടെ തന്നെയാണ് ഇന്ന് നാട്ടിൽ കേരളീയരുടെ ഉത്സവം എന്ന് പറഞ്ഞ് നടക്കുന്ന ഓണവും നടക്കുന്നത്. അല്ലേ? പല ആൾക്കാരും വിചാരിച്ച എന്താ കേരളീയന്റെ ഉത്സവമല്ലേ? ചരിത്രം പഠിക്കാത്ത പ്രശ്നമാണ്. അത് കേരളീയന്റെ ഉത്സവമല്ല. നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്കുന്നുണ്ടോ? അത് ഹൈന്ദവരിലെ ഒരു വിഭാഗം മാത്രം ആഘോഷിച്ചു വന്നിരുന്ന ഒരു ആഘോഷമാണ്. ഈ ഓണത്തിന്റെ ആദ്യത്തെ പേര് ഇന്ദ്രവിഴ എന്നായിരുന്നു. ഇന്ദ്രവിഴ എന്നായിരുന്നു. അത് പിന്നീട് ഓണമായി കലാശിച്ചത് ആളുകൾ ഇങ്ങനെ പേര് മാറ്റിയിട്ട് വന്നതുകൊണ്ടാണ്. എന്തായാലും ശരി, നമ്മൾ മനസ്സിലാക്കേണ്ടത് സർവ്വലോക രക്ഷിതാവായ പടച്ചതമ്പുരാൻ തൃപ്തിപ്പെടുകയും നമ്മൾക്കെല്ലാം അനുഗ്രഹിച്ചു തരികയും ചെയ്ത മതാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ കൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയണം. അതല്ല നമ്മൾ എന്നും പ്രാർത്ഥിക്കലേ, റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ, അല്ലെങ്കിൽ വബി മുഹമ്മദിൻ റസൂല. തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയണം. ഇസ്ലാമിൽ ഇതൊന്നും പോരാ, കുറച്ചുകൂടി വേണ്ടിയെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അള്ളാന്റെ റസൂലിനെ നിയോഗിച്ചതിന്റെ ദൗത്യത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. വയഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, ത്വയ്യിബാത്തുകളെല്ലാം നിങ്ങൾക്ക് ആ പ്രവാചകൻ അനുവദിച്ചു തന്നിട്ടുണ്ട്. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, ഖബായിസുകളൊക്കെ നിങ്ങൾക്ക് നിഷിദ്ധമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അമുസ്ലിങ്ങളുടെ ആഘോഷങ്ങളിൽ അത് അവരോട് വിദ്വേഷം ഉണ്ടായിട്ടല്ല. നമ്മുടെ അയൽവാസിയായ ദാമോദരേട്ടൻ, നമ്മുടെ അയൽവാസിയായ കല്യാണി ചേച്ചി, അവരോട് വിദ്വേഷം ഉണ്ടായിട്ടല്ല. നേരെ മറിച്ചുകൊണ്ട് എന്റെ മതം അത് അനുവദിക്കുന്നില്ല. ശബരിമലയിലേക്ക് പോകുന്ന ആളുകൾ നോമ്പ് നോൽക്കാറുണ്ട്. ആ നോമ്പ് നോൽക്കുന്ന സമയത്ത് നമ്മൾ അവരെ എന്തെങ്കിലും നമ്മുടെ ആഘോഷങ്ങൾക്ക് ക്ഷണിച്ച ഓല് വരുമോ? ഇല്ല. ഓല് പറയുന്നത് ഞങ്ങളുടെ മതവിശ്വാസ പ്രകാരം ഞങ്ങൾ നോമ്പില, ഇപ്പൊ വരാൻ പറ്റൂല. അത് നമ്മോട് ദേഷ്യം ഉണ്ടായിട്ടാ? അല്ല. ഇവിടെ പല ആളുകളും വിചാരിച്ചത് എന്താണെന്നറിയോ? മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദമായാലാണ് ഇവിടെ എന്താ പറയാ ബായി ആയിട്ട് പോകുള്ളൂന്ന. അങ്ങനെയല്ല. നമുക്ക് മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത്. നമ്മുടെ അയൽവാസിയുടെ വീട് ചോർന്നൊലിക്കുണ്ടോ, നമ്മളാൽ കഴിയുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കണം. ഓൻ ആ മുസ്ലിം ആണെങ്കിലും ശരി, ഓന്റെ വീട്ടിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. പക്ഷെ ഇതുപോലെയുള്ള പ്രത്യേക ആചാരങ്ങൾക്ക് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത്തരം സമ്പ്രദായങ്ങൾ ഇടപഴകാൻ പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഒരു സമൂഹത്തോട് ആരെങ്കിലും സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് അവിടെ നിന്ന് പറയാണ്, ലതത്തബിഉന്ന സനന മൻ ഖബലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ സലകൂ ജുഹറ ലബ്ബിൻ ലസലക്തുമൂഹു ഖുൽനാ യാ റസൂലല്ലാഹ് അൽയഹൂദ വന്നസ്വാറ ഖാല ഫമൻ, നിങ്ങളുടെ പൂർവികരായ ആളുകളുടെ ചര്യയെ ചാണിന് ചാണായും മുഴത്തിന് മുഴവായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യണം. അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് ഇങ്ങനെ അങ്ങ് കയറിപ്പോയാൽ കണ്ണും പൂട്ടി നിങ്ങൾ പോലെ പിന്നാലെ കയറും. റസൂലുള്ളാഹി ചോദിച്ചു, ജൂത ക്രിസ്ത്യാനികളെയാണോ പ്രവാചകരെ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഖാല ഫമൻ, അല്ലാതെ ആരെയാണ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ആചാരങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഒരിക്കലും പാടുള്ളതല്ല. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ചെന്നപ്പോ മദീനക്കാർക്കിടയിൽ രണ്ട് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. അവർ കളിക്കുന്ന, ചിരിക്കുന്ന, ആഘോഷിക്കുന്ന 2 ദിവസങ്ങൾ. ആ സമയത്ത് റസൂലുള്ളാഹി ചോദിച്ചു, മാ ഹാദാനി യൗമാൻ, ഈ 2 ദിവസങ്ങൾ എന്താ? ആ സമയത്ത് റസൂലുള്ളാഹി അവർ പറയാൻ, കുന്നാ നൽഅബു ഫീഹിമാ അൽ ജാഹിലിയ്യ, ഞങ്ങളുടെ ജാഹിലിയ്യത്തിൽ ഞങ്ങൾ ആഘോഷിക്കാൻ വേണ്ടി, കളിക്കുവാനും ചിരിക്കുവാനും വേണ്ടി ഉപയോഗിച്ചിരുന്ന 2 ദിവസങ്ങളാണ് നബിയേ. അപ്പോൾ റസൂലുള്ളാഹി അവർക്ക് കൊടുത്ത മറുപടി എന്താണ്? ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറാ മിൻഹുമാ യൗമൽ അദ്ഹാ വയൗമൽ ഫിത്രി. ഇതിനേക്കാൾ 2 നല്ല ആഘോഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരട്ടെ. അത് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളുമാണ്. അതിനുശേഷം മദീന നിവാസികൾ അത് ആഘോഷിച്ചു എന്നാണ്.